രാവിലെ വർക്ക് തുടങ്ങുന്നത് മലാപ്പറമ്പ് നിന്നാണ്. പോകാനുള്ളതാവട്ടെ തിരൂരിലേക്ക്. എന്നാൽ ബൈപ്പാസിലേക്ക് കടന്ന പാടെ തന്നെ ആദ്യത്തെ പണി കിട്ടി. എന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നു. അത് പിന്നെ റിസർവിലേക്ക് ആക്കിയിട്ടാണ് യാത്ര തുടരുന്നത്. വണ്ടിയെ പോലെ തന്നെ എനിക്കും വെള്ളം കുടിക്കാൻ അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെ ഈ ദിവസത്തെ ആദ്യത്തെ വെള്ളം കുടി തുടങ്ങുകയാണ്. ഇന്ന് അത്യാവശ്യം ചില്ലറ സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ഇടവഴികൾ മാത്രമാണ്. കാരണം വേറെ ഒന്നുമില്ല, മെയിൻ റോഡുകളെല്ലാം പ്രകടനം നടക്കുകയാണ്. എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നാണ് കേരളം ആര് ഭരിക്കുമെന്ന് ജനങ്ങൾ വിധി എഴുതിയ ആ ദിവസം. കാര്യകാരണങ്ങൾ ഒരുപാട് നിരത്താനുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ അത് ഭരണപക്ഷത്തിനോടുള്ള എതിർപ്പ് മാത്രമാണ്. അതിന് പാർട്ടിയെന്നോ മതമെന്നോ ഇല്ല. ഒരുപക്ഷെ പ്രതിച്ഛായ എന്ന സിനിമയിൽ നിവിൻ പോളി പറയുന്നത് കറക്റ്റാണ്. ഇലക്ഷൻ കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ഇടതുകാലിലെ മന്തെടുത്ത് ജനങ്ങൾ വലതുകാലിലേക്ക് ആക്കും. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഭരണമാറ്റമോ വികസനമോ പ്രതീക്ഷയല്ല ആരും വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് കാരണക്കാരൻ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ്. ഞാനൊരു ഉദാഹരണം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളാണെന്ന് കരുതുക. ഒരു കാരണവശാലും നിങ്ങൾ ആ പാർട്ടിയിൽ നിന്നും മാറി വോട്ട് ചെയ്യില്ല എന്നും കരുതുക. അങ്ങനെയെങ്കിൽ അതിപ്പോ കോൺഗ്രസോ ബിജെപിയോ കമ്മ്യൂണിസ്റ്റോ ആവട്ടെ, നിങ്ങളെ കൊണ്ട് സത്യത്തിൽ ആ പാർട്ടിക്കല്ലാതെ ഇലക്ഷൻ പ്രോസസ്സിന് ഒരു കാര്യമില്ല. അവിടെയാണ് എന്നെയും എന്നെ പോലുള്ള ആളുകളുടെയും ആവശ്യം. ഇലക്ഷന്റെ ആ ഗതി മാറ്റുന്നത് ഞങ്ങളെ പോലെ നിഷ്പക്ഷരാണ്. ഒരുപക്ഷെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിക്കപ്പെടുന്നത് ഞങ്ങൾ തന്നെയാണ്. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പെട്രോൾ അടിക്കാൻ മറന്നില്ല. പെട്രോൾ അടിച്ചാൽ അവിടുന്ന് തന്നെ കാറ്റടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. നൈട്രജൻ പിന്നെ മറ്റെവിടെയും കിട്ടാത്തതുകൊണ്ടാണ് അവിടുന്ന് തന്നെ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് കോഴിക്കോട് എത്തിയിട്ട് ട്രാക്കോൺ കൊറിയിൽ നിന്നും എക്സ്പെൻസ് അയച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത്. ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് നാളെ പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഇനി നാളെ കാണാം.